ലോകത്തിലേകയാശ്രയം എന്നീശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മാതി എന്നും വാഴ്ത്തിപ്പാടും എന്നും വാഴ്ത്തിപ്പാടും ഒറ്റവരായിരുന്നവർ ദേശിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ ക്ലേശം നിറഞ്ഞ ലോക യാത്രയിൽ താങ്ങിടും വിൻശക്തിയാലെ നിത്യവും തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂശിൻ സ്നേഹം നേടി പാപിയാമെന്നേ ഓടുന്നു ലാക്കിലേക്കു പാടുകേലേറ്റു ഞാൻ മാറുവാൻ ആവതല്ലേ നീ മാറയുടി മാറുവതിൽ സാരമില്ല മാറായി നാഥനാമേശു മാറാത്ത വാക്കു തന്നു മാറുമോ ആയവൻ മധുരമാക്കിടും വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിലേശാന മൂലനേറുന്നേ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസ നായക പ്രിയ നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണമേ ശ്വാസപ്പോരിൽ നിൽക്കുവാൻ പാത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം വിശ്വാസ ത്യാഗമില്ലാതെ സ്തോത്രം. വിശുദ്ധ വേദഭാഗം 18-ാം സങ്കീർത്തനം 11 മുതലുള്ള ചില തിരുവചനങ്ങൾ. അവൻ അന്ധകാരത്തെ തൻ്റെ മറവും ജലതമസിനെയും ആകാശ മേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവും ആക്കി. അവന്റെ മുൻപുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിച്ചു. അവൻ അസ്ത്രം എയ്ത് അവരെ ചിതറിച്ചു, മിന്നൽ അയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവേ, എന്റെ ഭത്സനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ പിടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നന്മയ്ക്ക് ഉള്ളതല്ലാതെ തിന്മയ്ക്കുള്ളതല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾക്ക് ശുഭഭാവി നൽകേണ്ടതിന് ഞാൻ പ്രത്യാശയും പരിസമാപ്തിയും ഉള്ളതും നിരൂപിക്കുന്നു. ഹല്ലേലൂയ.
ഇന്നത്തെ ചിന്ത എന്നുള്ളത്, നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് മനോഹരമായ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ കാണുന്ന വഴികൾ അടഞ്ഞാലും അവൻ തുറക്കുന്ന വാതിലുകൾ ആരും അടയ്ക്കാൻ കഴിയുകയില്ല. നിനക്ക് ശുഭമായ ഒരു ഭാവി ദൈവം കരുതിയിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുക നമുക്ക് ശുഭഭാവി ഉണ്ടാകേണ്ടതിന്. വിശുദ്ധ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 14:28 കാണുന്നത്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. 12 ശിഷ്യന്മാർ പടകിൽ ഉണ്ടായിരുന്നിട്ടും കൊടുങ്കാറ്റിനെയും വെള്ളത്തെയും ധൈര്യത്തോടെ എതിർത്ത് കർത്താവായ യേശുവിന്റെ അടുക്കൽ പോകണമെന്ന ആഗ്രഹം ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അനേകരും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ അവന്റെ സ്നേഹാർദ്രമായ കൃപയും അത്ഭുതകരമായ ശക്തിയെയും അറിഞ്ഞിട്ടും വളരെ ചുരുക്കം പേർ മാത്രമേ പത്രോസിനെ പോലെ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ ധൈര്യപ്പെടുന്നുള്ളൂ. മറ്റുള്ളവർ യേശുവിന്റെ അടുത്ത് പോകുവാൻ സമുദ്രത്തിലെ ഇളക്കവും അലകളുടെ കോപവും തങ്ങൾക്ക് തടസ്സമാണെന്ന് ഒഴിവ് കഴിവുകൾ പറയുന്നു. യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം പടകിൽ സുഖകരമായി യാത്ര ചെയ്യുന്നതോ കടൽ തീരത്ത് വിശ്രമിക്കുന്നതോ അല്ല, പിന്നെയോ വെള്ളത്തിന്മേൽ നടക്കുന്ന അനുഭവം ആകുന്നു. കൊടുങ്കാറ്റിനെയും ഇളകി മറിയുന്ന തിരകളെയും തരണം ചെയ്തുകൊണ്ട് യേശു കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണം എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അത് യേശുവിന് എത്ര സന്തോഷമായിരിക്കണം. ഹല്ലേലൂയ. അതിന് യേശു നൽകിയ മറുപടി ഇമ്പവും ലളിതവും ആയിരുന്നു. വരിക. പടക് വിട്ട് ഇറങ്ങുവാൻ പത്രോസ് വൈകിയില്ല. അവൻ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീതെ നടന്നു. ചില ദൈവമക്കൾ വെള്ളത്തിന്മീതെ നടക്കാതെ എളുപ്പ വഴിയിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. വെള്ളം എന്നത് പരീക്ഷകൾ, കഷ്ടങ്ങൾ, പാവകരമായ പ്രലോഭനങ്ങൾ, രോഗങ്ങൾ, കുടുംബസമാധാനമില്ലാത്ത അവസ്ഥകൾ എന്നിവയാകാം. ഇവയെ ജയിക്കാതെ നമുക്ക് യേശുവിന്റെ അടുത്ത് ചെല്ലുവാൻ ഒരിക്കലും സാധ്യമല്ല. പത്രോസ് വെള്ളത്തിൽ ഇറങ്ങി നടന്നില്ല, വെള്ളത്തിൻ മീതെയാണ് നടന്നത്. പ്രിയ ദൈവപൈതലേ, നീ പാപത്തിൽ നടന്നാൽ ഒരിക്കലും യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ സാധ്യമല്ല. പാപം, പരീക്ഷകൾ, പ്രലോഭനങ്ങൾ, രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, കുടുംബസമാധാനമില്ലാത്ത അവസ്ഥകൾ എന്നിവയിൽ താണു പോകാതെ അവയുടെ മേൽ നടക്കുവാൻ കഴിയും എന്നതിന് കർത്താവായ യേശു വെള്ളത്തിന്മീതെ നടന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നു. മർത്യമായ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പാപത്തെ ജയിച്ച് ജീവിക്കുക എന്നത് നിശ്ചയമായും ദൈവകൃപയാൽ സാധ്യമാകും. യേശു വെള്ളത്തിന്മീതെ നടന്നത് ഈ സത്യത്തിന് നിഴലാണ്. പത്രോസിനെ പോലെ നമുക്കും കാറ്റും കോളും നോക്കാതെ അലകളെ കാൽ കീഴാക്കി ധൈര്യത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നതിനായി പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കോണം അങ്ങ് ചെയ്ത മകൾ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെപ്പോലെ ഒരു ദിനം കൂടി കാണാമെന്ന് ആഗ്രഹിച്ച എത്രയോ പേർ ഈ പകൽക്കാലം കാണുവാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന കർത്താവേ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിന്റെ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അപ്പൊ വിവിധ വിഷയങ്ങൾ ഭാരത്തോടെ നിരാശയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണപ്പാ.
കുടുംബ സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവേ യേശുവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവെ, ജീവനുള്ള ദൈവം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇന്നും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്ന മക്കൾക്ക് കർത്താവെ, യേശു കർത്താവ് പറഞ്ഞല്ലോ, യേശു കർത്താവ് തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. യേശു കർത്താവ് മുഖാന്തരമല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്നല്ല ചെയ്ത കർത്താവ്. അങ്ങയുടെ മാറിൽ ചാരി ഓരോ ദിനവും മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണപ്പ. അനുഗ്രഹിക്കണമേ, മാനിക്കണപ്പ. കർത്താവേ, ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹല്ലേലൂയ ശുശ്രൂഷകൾ അനുഗ്രഹിക്കണപ്പ. പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ എല്ലാവരെയും നിയന്ത്രിച്ച് നടത്തണമേ നാഥ. സുവിശേഷ വിരോധികൾ നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ദൈവദാസന്മാർ, കുടുംബങ്ങൾ, ദുഃഖത്തോടെ ഇരിക്കുന്ന മക്കളുണ്ടല്ലോ അപ്പ. യേശു കർത്താവിന്റെ കൃപ അവരുടെ മേൽ പകരണമേ അപ്പ. ഈ പരീക്ഷാ ഘട്ടങ്ങൾ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണം, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണം അപ്പ. ഭൂലോകത്തിലൊക്കെയും കർത്താവിന്റെ വചനം എത്തുവാൻ, യേശു മാത്രം രക്ഷകനെന്ന് ഭൂലോകത്തിലൊക്കെയും അറിയിപ്പാൻ ആവശ്യമായ ദൈവകൃപ സകല ജനത്തിന്റെ മേൽ പകരണം കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഒരു വ്യക്തി പോലും നിത്യനരകത്തിൽ വീഴുവാനിടയാകാതെ സകല ജനവും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നയോളങ്ങ് നടത്തിയ കൃപകൾക്കായി സ്തോത്രം, തന്ന സൗഖ്യത്തിനായി സ്തോത്രം, ആഹാരം, വസ്ത്രം, പാർപ്പിട, സമാധാനം തന്നതിനായി സ്തോത്രം, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനുള്ള മകൾ ഭാഗ്യം തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യണം. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിൽ ഈ ഒരു ദിനം കൂടി ഞങ്ങൾക്ക് ആയുസ് നീട്ടി തന്നത്, ഈ ദിനത്തിൽ ഞങ്ങളെക്കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നു പ്രകാരം ദൈവ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോകാൻ തക്കൊണ്ട് അങ്ങ് സഹായിക്കണം. ദൈവശബ്ദം കേൾപ്പാൻ തക്കൊണ്ട് ഞങ്ങളുടെ കാതുകളെ ഒന്ന് ശുദ്ധീകരിക്കണപ്പ. ഹല്ലേലൂയ, ആമേൻ. സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനുഗ്രഹിക്കണം, മാനിക്കണം, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ പൊന്നുനാമത്തെ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. സ്തോത്രം.